നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് സൂതമീനാണേ. അപ്പം ഇങ്ങനെയുള്ള വലിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ ഏട്ടൻ മുറിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. എന്നാലും അതിൻ്റെ ചെകളയൊക്കെ പോക്കാനും കുറച്ച് വാലൊക്കെ എടുക്കാനൊക്കെ, അങ്ങനത്തെ വാലൊക്കെ ഇതിൽ നിന്ന് എടുക്കാനൊക്കെ ഉണ്ടാവും. എന്നാലും അധികം പണി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മുറിച്ച് കൊണ്ടുവരുന്നതിനെ കൊണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ തല കറി വെക്കാം. ഇത് നമുക്കിത് പൊരിക്കാം. ഇത് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതായത് നന്നാക്കാൻ പോവുകയാണ്. ഈ ഇങ്ങനെയുള്ള ചെറിയ ചിറകുകളൊക്കെ ഉണ്ടാവുള്ളൂ നന്നാക്കാൻ. അപ്പോൾ അതെങ്ങനെ നമുക്കിത് ഇങ്ങോട്ട് നന്നായിട്ട് ചുരണ്ടിയാൽ മതി. ഇതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് മൊത്തം ചിറകൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 മീനാണെന്ന് തോന്നിട്ടുള്ളത്. 2 ചിറക് ഭാഗമുള്ള അത് ഞാൻ വൃത്തിയാക്കി. ഇനി ഇതാ ഇതിൻ്റെ ഇങ്ങനെ വയറുഭാഗമാണ് വരിക. അപ്പം അതിൻ്റെ ഈ വേസ്റ്റ് ഇങ്ങോട്ട് ഇട്ടാൽ മതി, നന്നായിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി. നമുക്കൊരു വൃത്തി എല്ലാത്തിൻ്റെയും ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ കുറച്ചേ ഉള്ളൂ. രണ്ട് തലയുള്ളൂ. അതിൻ്റെ ഈ ചകൾ അങ്ങോട്ട് എടുത്താൽ മതി. ഇതിലാണ് അധികം ചോരയൊക്കെ നിൽക്കുക. അതാ ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് ഇതിലങ്ങനെ ചോര ഉണ്ടാവില്ല, കിഴിയാലൊക്കെ നല്ല വൃത്തിയാകും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ചകൾ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകണം. നല്ല വെള്ളത്തിൽ കഴുകണം. അത് നല്ല ചോര ഉള്ള മീനാണ്. അപ്പോൾ അത് നല്ല വെള്ളത്തിൽ കഴുകണം. നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ കഴുകിയെടുക്കാൻ പോവുകയാണ്. കഴുകുമ്പോൾ എപ്പോഴും അതുപോലെ വലിയൊരു പാത്രം തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. എന്താ വെച്ചാൽ വലിയ പാത്രത്തിൽ തോനെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ മീനൊക്കെ നന്നായി വൃത്തിയാവും. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ മീൻ കഴുകിയ വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെടികളുടെ ചോട്ടിലൊക്കെ ഇച്ചിരി തോനെ പച്ചവെള്ളം കൂട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ സഹായിക്കുക. ഇത് കരിവേപ്പിലയുടെ ചോട്ടിലും മുളകിൻ തൈൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചാൽ നന്നായിട്ട് കായ് പിടിക്കും. കരിവേപ്പിലൊക്കെ നന്നായി പൂത്ത് നിൽക്കും, നന്നായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഔഷധ സസ്യങ്ങളായ നമ്മുടെ തുളസി, കഞ്ഞിക്കൂർക്കൽ, ആര്യവേപ്പ് അതിൻ്റെ ചോട്ടിലൊന്നും ഒഴിക്കരുത്, ചെടി നശിച്ചു പോവും. അപ്പോൾ ഞാൻ ഈ വെള്ളമൊന്നും അങ്ങനെ കളയാറില്ല, അങ്ങനെയാണ് ഉപയോഗിക്കാറ്.